ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഒരു റോസാപ്പൂ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഇനി ചാനലിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം സർക്കിളിൽ പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടല്ല, പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ A4 സൈസ് പേപ്പറോ ചാർട്ട് പേപ്പർ എന്ത് വേണമെങ്കിലും എടുത്തോ, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു ബൗളിൽ നിങ്ങൾക്ക് വേണ്ട കളർ എടുക്കാൻ. ഇപ്പോൾ അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ തന്നെ റെഡ് കളറാണല്ലോ. അപ്പോൾ ഞാൻ റെഡ് കളർ എടുത്തിട്ട് എല്ലാം ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ പറയുക, അത് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് റെഡ് പെയിൻറ്റിൽ ഇത്തിരി വെള്ളം മിക്സ് ചെയ്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടെന്താ ഇതെല്ലാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ടേബിളൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ തുടച്ച് വൃത്തിയാക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കോട്ട് കൂടെ കൊടുത്തായിരുന്നു. എന്നിട്ട് ഇതിനെ ഉണക്കാൻ വെക്കണം. നിങ്ങൾ ഉണക്കാൻ വെക്കുമ്പോൾ ജസ്റ്റ് ഒരു 3 hours 4 hours അല്ല 1 day മാക്സിമം വയ്ക്കാം. ചെറുതായിട്ട് ഞാനിതിനൊന്ന് 2 ആഴ്ച ഉണക്കാൻ വെച്ചു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ 2 ആഴ്ച ഇവിടെ കണക്കെന്താണെന്ന് വെച്ചാൽ, ഞാനൊന്ന് ഉണ്ടാക്കിയത് രാത്രിയായിരുന്നു. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി ഞാൻ ഓവർനൈറ്റ് വെച്ചതിൻ്റെ പിറ്റേന്ന് ആയിരുന്നു നമ്മൾ ലുലു മാളൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ലുലു ഒക്കെ പോയിട്ട് വന്ന് പിന്നെ ക്ഷീണിച്ച് അത് കഴിഞ്ഞ് വേറെ കുറേ വീഡിയോസ് ഇട്ടായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്ത് ഷെൽഫിനകത്ത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി സ്ലീപ്പ് ഓവർ അങ്ങനെ പലതും കഴിഞ്ഞിട്ട് ഇന്നലെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബോധം വന്നത്. കാരണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ പോയി നോക്കിയില്ല, അപ്പം തന്നെ പോയി ഫോണും എടുത്ത് ഷൂട്ട് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരു ഗ്ലാസ് എടുക്കുക. ഞാനിത് ക്യാൻഡിലിൻ്റെ ഗ്ലാസ് ഇട്ടെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നേരെ ആദ്യം ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വീഡിയോയിൽ കാണുന്നില്ല, ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക. ഇത് ചെയ്തിട്ട് ഫുൾ കവർ ചെയ്യുന്ന പോലെ എല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ വെളിയിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. എനിക്കിനി മുകളിലൊന്നും കയറാൻ വയ്യ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തത് കറക്റ്റ് എണ്ണമായിരുന്നു, കറക്റ്റ് പീസായിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക, ലൈക്ക് ഈ കുഞ്ഞ് ഡപ്പയൊക്കെ ഉണ്ടാവില്ലയോ, ആ കുഞ്ഞ് ഡപ്പയൊക്കെ എടുത്താൽ കുഞ്ഞ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കുഞ്ഞ് ഡപ്പ, ഈ കറി പൗഡറൊക്കെ ഇടുന്ന വീട്ടിൽ പൊടികളൊക്കെ ഇടുന്ന കുഞ്ഞ് ഡപ്പ ഉണ്ടാവില്ലയോ, അതിൽ ചെയ്താലും ലൈക്ക് ഭയങ്കര കുഞ്ഞതായിട്ട് കിട്ടും. ഇപ്പോൾ ഗ്ലാസ് എടുത്ത് അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഞാൻ എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എടുത്തപ്പോൾ ഗായ്സ് ലുക്ക് അറ്റ് ദീസ്, എല്ലാവരുടെയും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ കിട്ടും. എനിക്ക് തോന്നുന്നു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ടാക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ നമ്മൾ ടൂലിപ്പ് ലാമ്പ് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ നൈറ്റ് ലുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഫിനിറ്റ്